ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയോ? എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് സാർ. 11 മണിക്കല്ലേ പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ വരുമല്ലോ. നമ്മുടെ ആളുകളെല്ലാം ഇപ്പോൾ വരും. എന്ത് തന്നെ ആയാലും ഈ പ്രോഗ്രാം നമ്മൾക്ക് തകർക്കണം. സാറേ, ഈ സാഹചര്യത്തിൽ അതൊരു പ്രശ്നമാകില്ലേ? മരിക്കുന്നവർ മരിക്കും. നായ്ക്കളുടെ മുമ്പിൽ പോയി ഓടിച്ച് കാണിച്ചാൽ അത് നിങ്ങൾ കടിക്കും. എന്തായാലും ഒറ്റ നായ്ക്കളെ പോലും കൊല്ലാൻ നമ്മൾ അനുവദിക്കരുത്. അതൊന്നും തടയാൻ ഒരുത്തിനും വരില്ല. വണ്ടി നീയൊക്കെ പ്രോഗ്രാം സ്ഥലം എവിടെയാണ്? ഞങ്ങളെ കാണിക്കടാ. ഇത് എന്നെ ഈ കാണിക്കുന്നത്? എന്നെ വിടറാ, എന്നെ വിടറാ. നീ എന്നാടാ ഇവിടെ നിൽക്കുന്നത്? നിനക്കൊണ്ട് പ്രോഗ്രാം കേറാ. ഇറങ്ങണ ഇങ്ങോട്ട്. നീ അവൻ രക്ഷപ്പെട്ടല്ലേ? അവനെ ഞങ്ങള് പൊക്കോളാം. ഇവിടെ നടക്കടാ, നേരെ നടക്കടാ. എടാ, നീ വിളിച്ചപ്പോ തന്നെ ഞങ്ങൾ അവന്മാരെ പൊക്കി. അവനെ വിടാ. എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ലടാ. എന്നെ കൂടെ ആശുപത്രി കൊണ്ടുപോടാ. എന്നെ രക്ഷിക്കണം. എനിക്കൊരു കുടുംബം ഉണ്ടടാ. നോക്ക്, ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരാണ്. ഈ അവസ്ഥയിൽ ഇവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നീയോ നിന്റെ നായ് സേവികളായ സുഹൃത്തുക്കളൊക്കെ പറ്റൂടാ? പറ. നടക്കുന്നു കുറെ നായ് സ്നേഹികൾ. AC കാറിനുള്ളിൽ മക്കൾക്ക് പകരം നായ്ക്കളെ നെഞ്ചിലേറ്റി തലങ്ങും വിലങ്ങും നടക്കുന്ന നിനക്കൊന്നും അറിയില്ല ഈ പാവപ്പെട്ടവന്റെ ജീവന്റെ വില. ഒരു പേപ്പട്ട് ചെത്തെന്ന് കരുതി ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഈ പാവപ്പെട്ടവൻ ചെത്തത് മൂലം ആർക്കൊക്കെ നഷ്ടമുണ്ടായെന്ന് നിനക്കറിയാവണം. ഇവന്റെ ഭാര്യയ്ക്ക് അവിടെ ഭർത്താവിനെ, ഇവന്റെ മക്കൾക്ക് അവിടെ അച്ഛനെ, ഇവന്റെ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ, ഇവന്റെ പെങ്ങൾക്ക് അവിടെ ഏട്ടനെ. ആര് നികത്തും ഈ നഷ്ടം? പറടാ.
ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാണ് ഈ നാട്ടിൽ പൊലിഞ്ഞത്, എത്ര കുടുംബങ്ങളാണ് കണ്ണീരണിഞ്ഞത് ഈ നശിച്ച തെരുവ് നായ്ക്കൾ മൂലം. ഇല്ല, അനുവദിക്കില്ല. ഇനി ഒരു മനുഷ്യ ജീവനെ നായ മൂലം പൊലിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. മനുഷ്യന്റെ ജീവനാണോ നായയുടെ ജീവനാണോ ഈ നാട്ടിൽ വിലയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതിയാവും. ഇതൊരു ഒറ്റപ്പെട്ട തീരുമാനമല്ല, മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഓരോ സാധാരണക്കാരൻ്റെയും തീരുമാനം. തെരുവ് നായ്ക്കളെ സമൂലം നശിപ്പിക്കണമെന്നോ നായ്ക്കളെ സ്നേഹിക്കരുതെന്നോ അഭിപ്രായമില്ല. പക്ഷേ മനുഷ്യജീവന് ഭീഷണിയാവാതെ തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും അകറ്റിയേ മതിയാവൂ. അതിനുവേണ്ടിയാണ് അണിനിരക്കേണ്ടത് ജനങ്ങളും ഭരണകൂടവും. ഒരു മനുഷ്യജീവന് പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാവില്ല.